ഹായ് ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഞാനും ചേട്ടായിയും അമ്മയും കൊച്ചുമൊക്കെ ആയിട്ട് ഞങ്ങളൊരു 2 ഡേ ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ ടൂറെന്നൊന്നും പറയാനില്ല. നമ്മൾ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴാനായിട്ടാണ്. അപ്പോൾ കൊച്ചുണ്ടായതിന് ശേഷം ഒന്ന് പോയിട്ടില്ല. അപ്പോൾ ഇവനിപ്പോൾ 2.5 വയസ്സാകാറായി. ഇപ്പോൾ യാത്രയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് പോകാമെന്ന് കരുതി ബസ്സിനാണ് പോകുന്നത്. K-Swift അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. 3 സീറ്റ് അടുപ്പിച്ചായിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹോസ്പിറ്റലാണ്. തൃശ്ശൂർ എത്തുന്നതിന് മുൻപുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലോ അങ്ങനെ എന്തൊരു ഹോസ്പിറ്റലാണ്. വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പം ചുമ്മാ ഇതിൻ്റെ വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളിവിടുന്ന് ദോശ കഴിച്ചിട്ടാണ്, ചെറിയ രീതിയിൽ ദോശയും അതുപോലെ തന്നെ പാൽ ചായയും കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇത് കണ്ടോ, ഇത് ആകാശ നടപ്പാതയാണ് കേട്ടോ. അവിടെ ഒന്ന് കയറാൻ പറ്റിയിട്ടില്ല. അത് തൃശ്ശൂർ അടുത്തെത്തിയപ്പോഴാണെന്ന് തോന്നുന്നു. തൃശ്ശൂരാണ് ആകാശ നടപ്പാത. അപ്പോൾ തൃശ്ശൂർ വഴി പോകുന്നവരുണ്ടെങ്കിൽ ആകാശ നടപ്പാത കാണാൻ മറക്കരുത് കേട്ടോ. അത് നമുക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട്. ലിഫ്റ്റ് കയറി അത് ഫുള്ള് റൗണ്ടിലാണ്. AC ഒക്കെ ഉണ്ട്. നല്ല സുഖമായിരിക്കും. പക്ഷേ അത് ഞാൻ എന്തോ മറന്നുപോയി അതിൽ കയറാനായിട്ട്. പിന്നീട് തിരിച്ചു വരുമ്പോൾ കയറാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പ്ലാനൊക്കെ ആകെ തെറ്റിപ്പോയി. അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അപ്പം തൃശ്ശൂർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ആകാശ നടപ്പാതയ്ക്കൂടെ ഒന്ന് നടന്നു നോക്കണേ. നല്ല AC ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റ് കയറാൻ പറ്റാത്തവർക്ക് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല സൗകര്യമാണ്. അപ്പോൾ അതൊന്ന് ഈ ആകാശ നടപ്പാത ഒന്ന് മൈൻഡിൽ വെച്ചോളൂ കേട്ടോ, നിങ്ങൾ തൃശ്ശൂരൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ. വേറെ എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല ഉള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഗുരുവായൂരിൽ ഞാൻ ചെറുപ്പത്തിലായിട്ടോ പോയിട്ടുള്ളൂ. പിന്നീട് ഇപ്പോഴാണ് വലുതായപ്പോൾ പോകുന്നത്. ഞാനിവിടെ പാടം ശരിക്കും അവിടെ വിത്തൊന്നും വിതച്ചിട്ടില്ല, ചുമ്മാ അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി എടുത്തതാണ്. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചേട്ടായി പറഞ്ഞു അതിൻ്റെ വീഡിയോ എടുത്തോണ്ടി, നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്താൽ കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് മൺമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ. അവിടെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരു ക്ഷേത്രം കണ്ടു. പാറയുടെ മുകളിലിരുന്ന് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. പാറയുടെ മുകളിൽ ഒത്തിരി ക്ഷേത്രം ഉണ്ട് കേട്ടോ. മലയാള പഴനി എന്ന് പറഞ്ഞ് നമ്മുടെ തൊടുപുഴയിലൊരു ക്ഷേത്രമുണ്ട്, ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. പിന്നെ നമ്മൾ ഗുരുവായൂർ ഇറങ്ങി അവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ മസാല ദോശ കഴിച്ചു. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കണില്ല. അപ്പോൾ 2-3 ദിവസത്തെ നോയമ്പ് നോക്കി പോകാമെന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ മസാല ദോശ കഴിക്കുമായിരുന്നു. അവിടുത്തെ എല്ലാവരും തിരക്കുള്ളൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഒരു നട കയറിയിട്ടുള്ളൊരു ഹോട്ടലാണ്. കുഴപ്പമില്ല എന്ന് പറയാം, കാരണം ചമ്മന്തി ഒന്നും അത്ര പോരായിരുന്നു. പിന്നെ ചായയും കുടിച്ചു. ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടിരുന്ന റൂമിലേക്ക് പോവുകയാണ്. ഓയോയിലാട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തത്. ആർവീസ് ഹോട്ടൽ എന്നാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ പേര്. ആർവീസ് ഹോട്ടൽ ഒരു പഴയ കെട്ടിടമാണ് കേട്ടോ. പഴയ കെട്ടിടമാണ്, എന്നാലും കുഴപ്പമില്ല. വൃത്തിയും ഹൈജീനൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അവിടെ മാനേജർ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് 2 മൊബൈലിലായിട്ട് സേവ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ആൾക്കാരാണോ ഈ റൂമിൽ താമസിക്കാനുള്ള അവരുടെ എല്ലാം ഒരു തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് ആയാലും മതി, വേണം. ഇത് 2ഉം മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇതാണ്. നല്ല റൂമായിരുന്നേ. എനിക്കും ചേട്ടനും കൊച്ചിനും കിടക്കാനൊരു കട്ടിൽ, അതുപോലെ തന്നെ അമ്മയ്ക്കും വേറൊരു കട്ടിൽ, ഒരേ റൂമിൽ തന്നെ ഞങ്ങൾ അങ്ങനെയാണ് ചോദിച്ച് മേടിച്ചത്. അതിനുശേഷം ഉച്ചയായി. അന്നേരത്തിനും ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് ഞങ്ങളുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടായി ഇത് നോക്കി നിൽക്കുകയാണ്.
അപ്പോൾ വന്നു. എന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത പഴയിടത്തിൻ്റെ മഹാസദ്യ അങ്ങനെ എന്തോ ഒരിതാണെന്ന് തോന്നുന്നു. 240 എത്രയോ ഇതിൻ്റെ ഊണാണ്. ഒത്തിരി കൂട്ടം കറികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, പപ്പടം ഉണ്ടായിരുന്നു, വാഴയില ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് 240 രൂപയുടെ സദ്യയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് മനസ്സിൽ വെച്ച് നോക്കുക. അതുപോലെ തന്നെ കറിക്ക് രുചികളും അത്ര പോരായിരുന്നു. എന്താണ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇതിനിപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും കൂട്ടം കറികൾ കൂട്ടി കഴിക്കാം എന്ന് മാത്രം. പക്ഷേ എത്രയും ഇതുപോലെ തന്നെ കറികളും അതുപോലെ തന്നെ പായസമൊക്കെ കൂട്ടി ഇതിലും വിലക്കുറവിൽ നമുക്ക് മൂവാറ്റുപുഴയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഭക്ഷണമൊക്കെ. അപ്പോൾ നമ്മൾ വാഴയിലയൊക്കെ നിവർത്തി ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. പച്ചടി, കിച്ചടി, അതുപോലെ തന്നെ അച്ചാർ എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു, പായസം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞ ഗുരുവായൂർ തന്നെ ആനകളുടെ സംരക്ഷിക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങുകയാണ്. കണ്ട് ഒത്തിരി 38 ആനകളുണ്ടെന്നാണ് അവിടെ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പം പറഞ്ഞത്. പല ഇതായിട്ട് ഇങ്ങനെ നീണ്ട ഒരു റൗണ്ടിൽ, ഒരു വലിയൊരു റൗണ്ടിൽ ഇങ്ങനെ ആനകളെ നിർത്തിയിട്ടിരിക്കുകയാണ്. ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവും ആനയുടെ ഇതുമായിട്ട് എന്താണ് വലിയ വ്യത്യാസമില്ല കേട്ടോ. വലിയ മതിൽ അങ്ങനെയൊന്നും കെട്ടിയിട്ടില്ല, അങ്ങനത്തെ സുരക്ഷാ കാര്യങ്ങളൊന്നുമില്ല. ചകലയൊക്കെ കെട്ടി നിർത്തിയേക്കണത് ആനകൾ. എന്നാലും നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ട് വേണം കേട്ടോ, അങ്ങനെ പ്രകോപിപ്പിക്കാനോ അങ്ങനെയൊന്നും പോകരുത് ഇത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ. അപ്പം നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടെ ഒരു പഴയ കെട്ടിടമൊക്കെ ഉണ്ട്, അതൊക്കെ കുറേ നേരം കണ്ടു. അപ്പോൾ ഈ കാണുന്നത് അതെന്താണെന്ന് എനിക്ക് സംഭവം മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതെന്താണെന്ന്. ഈ കാണുന്നത് ആനകളെ കയറ്റി നിർത്തുന്നതാണ്, ഇത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ ആനേനെ നോക്കിക്കേ, അത് ആനേനെ ചട്ടം പഠിപ്പിക്കുന്നതാട്ടോ. എനിക്കതറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കോല് വെച്ചിട്ട് അത് താഴെ ചാടിക്കാതെ നിൽക്കണം എന്ന് ആനേനെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ചട്ടം പഠിപ്പിക്കുക എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ ആനകളെ കുളിപ്പിക്കാനാണെന്ന് തോന്നുന്നു. വലിയൊരു കുളമുണ്ട് അവിടെ. അപ്പോൾ ആ കുളമൊക്കെ നോക്കി നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കെട്ടിടം, ഇതേ നോക്കിക്ക് പഴയ ഒരു തറവാട് പോലെ. അപ്പോൾ അതെനിക്ക് കാണണമെന്ന് തോന്നി, അതൊന്ന് കാണും. പക്ഷേ അതിൻ്റെ അകത്തേക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ, നോ എൻട്രിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പഴയ ഇടിഞ്ഞ് വീടാറായ കെട്ടിടം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻട്രി ഇല്ലാത്തത്. ഇതുപോലെയൊക്കെയുള്ള ഇത് സംരക്ഷിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഇത് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ, എൻട്രി പാസ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചാണ് ഞങ്ങൾ കയറിയത്. അത് ഞാനിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. ഇതിന് ശേഷം ഞങ്ങളെ ഓട്ടോ ചേട്ടൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഓട്ടോ വിളിച്ചാണ് ഞങ്ങളിവിടം വരെ വന്നത്. അതിനുശേഷം നമ്മൾ മറൈൻ വേൾഡ്, പഞ്ചവടിയാണ് സ്ഥലം. പഞ്ചവടി ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനായിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ഒരാൾക്ക് 450 രൂപ വെച്ചായിരുന്നു ടിക്കറ്റ്. അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല കേട്ടോ. അപ്പോൾ കയറി എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാൻ പോയില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എന്താണ് ഒരു കാറ്, എന്തോ ഒരു വണ്ടി, അതുപോലെ തന്നെ അതേ കുതിര സഞ്ചാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ചേട്ടായി കുതിരയിൽ കയറി ഒരു റൈഡൊന്നും പറയാനുണ്ടായിരുന്നില്ല, ചുമ്മാ കയറി നിന്ന് നടക്കുന്നു അത്രമാത്രം. അതിനുശേഷം എന്താണ് ഫാം വില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ടെന്ന് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു കേട്ടു. അപ്പം നമ്മൾ ഫാം വില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കാണേണ്ട ഒരു സംഭവമാണ്. ഒരാൾക്ക് 150 രൂപ വെച്ചായിരുന്നു കേട്ടോ പാസ്. അതിന് വേർത്തായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് താനും. നമുക്ക് ഒട്ടകമാണ് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലൊക്കെ തരും. ഇലയാണെന്ന് തോന്നുന്നു, പ്ലാവിലയാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ നമ്മളത് കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അത് മൃഗങ്ങളുമായിട്ട് നമുക്ക് ഇടപഴകാനുള്ള ഒരു സൗകര്യമാണ് ഈ ഫാം വില്ല ഏർപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കുതിരയ്ക്ക് കൊടുക്കാനുള്ള പുല്ലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരയ്ക്ക് ഇതേ പുല്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടായും കൊച്ചും കൂടെ കൂടി. അതുപോലെ തന്നെ നമ്മൾ കഴുതേനെ കണ്ടു. കഴുതയ്ക്ക് ശരിക്കും പൊക്കം കുറവാണ് കേട്ടോ. ഞാൻ പണ്ടും കണ്ടോ ശബരിമലയ്ക്ക് പോയപ്പോഴാണ് അത് കണ്ടത്. പിന്നെ വേറെന്തോ ഒരു സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ, സോറി, എനിക്കതിൻ്റെ പേരറിയത്തില്ല. അതവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല, എനിക്ക് സൂം ചെയ്ത് നോക്കി.
ഒരു കാളയുടെ ഒരു ചെറിയൊരു ഇനം പൊക്കം കുറഞ്ഞ ഒരു കാളയ്ക്കാണല്ലോ ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എന്തോ ഒരു ഇതാണ് ബുള്ള്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കണ്ടോ, ഇതേ പൊക്കം കുറഞ്ഞ് നിൽക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരയന്നങ്ങളെ കണ്ട്. കറുത്ത അരയന്നം കേട്ടോ. അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ഒരു ഹട്ട് കണ്ടോ അരയന്നങ്ങളുടെ തൊട്ടുപുറകിൽ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫോട്ടോ എടുത്തു. അതിനുശേഷം ഇതിൻ്റെയും പേര് ഞാൻ മറന്നുപോയിട്ടോ. അവിടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന്തിൻ്റെ വലിയൊരു സംഭവമാണ്. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഒന്നിൻ്റെ ഞാൻ പേരിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പം മൃഗങ്ങളുമായിട്ട് നമുക്ക് ഇടപഴകുള്ളൊരു അവസരമാണ് ഈ ഫാം വില്ല ഏർപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പോകുന്നത് കുഴപ്പമില്ല കേട്ടോ. 150 രൂപയാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് എന്തോ ഇങ്ങനെ ഹിക്ലി പോലെ ആക്കിയിട്ടാണ് ഇങ്ങനെ നമുക്ക് വെച്ച് തരുന്നത്. പേടിക്കാനൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. പക്ഷേ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഫുൾ സെക്യൂരിറ്റി ഉണ്ടല്ലോ അവിടെ, അതിന് വേണ്ടിയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളടുത്തൊരു ഇതിനെ കണ്ടു. ഒന്നിൻ്റെയും എനിക്ക് പേരറിയത്തില്ല, സോറി. അതുപോലെ തന്നെ ചെറിയ അണ്ണാൻ, അതിനെയും നമുക്കിങ്ങനെ മേത്തോടെ കയറ്റിയൊക്കെ വിടാം. നല്ല സുഖമാട്ടോ. അത് ഞാൻ എൻ്റെ മേത്തും വെച്ച് നോക്കിയിട്ടോ. ഇതിങ്ങനെ പിടിച്ചിരിക്കും, നല്ലൊരു സുഖമാണ്. നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ തന്നെ കിട്ടും. ഇത് സിൽക്കി എന്നാണ് ഇതിൻ്റെ പേര്. ചൈനക്കാരി കേട്ടോ, ചൈന കോഴിവർഗത്തിൽപ്പെട്ട എന്തോ ആണ്. സിൽക്കി എന്നാണ് പേര്. നല്ല കളറുള്ള തൂവലുകളുള്ള കോഴികളാണ്. അതിൻ്റെ മുഖവും നല്ല രസമാട്ടോ, നല്ല പൂട നിറഞ്ഞ നല്ല രസമാണ് കാണാൻ. പിന്നെ എന്തൊക്കെയോ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ഒന്ന് ഓടിച്ച് എടുത്തു എന്നുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഇതൊക്കെ വരുമ്പോൾ ഞാനൊന്ന് പറയാം എന്ന് മാത്രം. കൊയ്പ്പൂ എന്ന് പറയുന്നൊരു സംഭവമാണത്. അതുപോലെ തന്നെ ബംഗാൾ ക്യാറ്റ് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ക്യാറ്റിൻ്റെ വിവിധ ഇനങ്ങളാട്ടോ ആ ഒരു ഇതിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ പൂടയില്ലാത്ത തൊലി മാത്രമുള്ളൊരു ക്യാറ്റിനെ കണ്ടു. ഇത് കുരങ്ങൻ്റെ എന്തോ ഒരു ഇനമാണെന്ന് തോന്നുന്നു. ചെറിയ റെഡ് ഹാൻഡഡ് സ്റ്റാമറിൻ എന്നാണ് അതിൻ്റെ പേര്. എല്ലാത്തിൻ്റെ ഒറിജിനും സവിശേഷതകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ കണ്ട സാധനത്തിന് എനിക്ക് അറിയത്തില്ല പേര്. അതുപോലെ തന്നെ സ്നേക്കുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്നേക്കുകളും ഒക്കെ നമുക്ക് തൊട്ട് നോക്കാൻ. മുള്ളംപന്നിയുടെ ചെറിയൊരു ഇനമാട്ടോ അത്. മിനിയേച്ചറാണെന്നാണ് പറഞ്ഞത് മുള്ളംപന്നിയുടെ. അതുകൊണ്ടാ നമുക്കത് കയ്യിൽ എടുത്ത് നോക്കാം. നല്ല സുഖമാണ് കേട്ടോ. ആ മുള്ളൊക്കെ മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ ആ മുള്ളൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടുമായിരുന്നു നമുക്കത് എടുക്കുമ്പോൾ. പിന്നെയും നമ്മളിങ്ങനെ പോവുകയാണ്, ഓരോ ഇതിനെയും കാണാം. അപ്പം ഇതൊക്കെ കുറേ പക്ഷികൾ പല ഇനത്തിലുള്ള ഇതാണ്. പിന്നെ നമ്മുടെ താരം പക്ഷികളുടെ രാജാവ് വന്നിരിക്കുകയാണ്, ഒട്ടകപ്പക്ഷി. നല്ല പൊക്കമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷിയുടെ അവിടെ തൊട്ടടുത്ത് അതിനും ചെറിയ പക്ഷി എമു ഉണ്ടായിരുന്നു. എമുവിനെയൊക്കെ കണ്ടു. ഒട്ടകപ്പക്ഷിക്ക് നല്ല പൊക്കമുണ്ട്. പിന്നെ പറഞ്ഞില്ലായിരുന്നോ പാമ്പിനെയൊക്കെ എടുത്ത് ഇടപഴകാനുള്ള ഇതുണ്ടെന്ന്. അപ്പോൾ ഒരു പാമ്പ് വിഷമൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പോൾ പാമ്പിനെ എടുത്ത് നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പാമ്പിനെ തൊട്ട് നോക്കി. എനിക്ക് എന്തൊരു അറപ്പ് പോലെ തോന്നി. പിന്നെ നമ്മൾ തിരിച്ചു ആ വഴി തന്നെയാണ് നമ്മൾ വരുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ സിൽക്കീനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കി. നമ്മൾ പോകുന്ന വഴിക്ക് സിൽക്കീനെ തൊടാൻ ആളിട്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോൾ. പിന്നെ ഇതും എന്തൊക്കെയോ പ്രത്യേകതകളുള്ള കുറേ പക്ഷികളാണ് കേട്ടോ, കുറേ ജീവികളാണ്. അതുപോലെ തന്നെ ഇവിടെയും ആട് വർഗത്തിൽപ്പെട്ട എന്തൊക്കെയോ അവിടെ നിൽക്കുന്നുണ്ട്. കൊച്ചിനെ ഞങ്ങളൊന്ന് കുതിരപ്പുറത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് തനി കുതിരയല്ല കേട്ടോ, ഇതിനെന്തോ ഒരു പേര് പറയുന്നുണ്ട്, ഞാനത് മറന്നുപോയി. പൊക്കം കുറഞ്ഞ കുതിരയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ പുറത്ത് ഞാൻ കൊച്ചിനെ കയറ്റി ഒരു ഫോട്ടോയൊക്കെ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഫീഡ് ചെയ്യാൻ പറ്റും ഈ ആടിനെയൊക്കെ. ഇത് ആടെന്നല്ല, ഇതിനെന്തൊക്കെയോ ഓരോ വർഗ്ഗങ്ങളാണ്, ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പോൾ അതും നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കാം, കടിക്കുകയൊന്നുമില്ല. നല്ല സുരക്ഷയൊക്കെ ഉണ്ട് കേട്ടോ, സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ കറുത്ത പേര് മറന്നുപോയല്ലോ, അരയന്നത്തെ കണ്ടില്ലായിരുന്നു. അവിടെ ഒരു ഹട്ട് കണ്ടില്ലേ, ആ ഹട്ടിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ തിരിച്ചു വരാവുന്ന സമയത്ത് നമുക്ക് ആ ഹട്ടിൽ കയറാനുള്ള ഇതുണ്ട്. അരയന്നം തല കുത്തി നിൽക്കുമായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു.
നമ്മളിവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പോന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ കടൽ തീരത്ത് പഞ്ചവടി കടൽ തീരാട്ടോ ഇത് തൃശ്ശൂർ ഒത്തിരി ഉണ്ട് കടൽ തീരങ്ങൾ. നമ്മളിവിടെ അവിടെ മറൈൻ വേൾഡിൽ ആയിട്ട് വന്നതുകൊണ്ട് മാത്രം പഞ്ചവടി ബീച്ചിൽ വന്നതാണ്. സോറി. നല്ല നീളമുള്ള ബീച്ചാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല നീളം, നമുക്ക് ഒത്തിരി ഓടാനും ഒക്കെ പറ്റുന്നത്. ചേട്ടായി ഓടുന്നതാണ് കാണുന്നത്. അതുപോലെ നമുക്കിവിടെ സൂര്യാസ്തമയവും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ സൂര്യാസ്തമയം വരെ നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. അതുകൊണ്ട് കൊച്ചിനൊക്കെ കടലിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടൽ കണ്ടാൽ പിന്നെ കയറി വരില്ല അവന്. ചേട്ടായി അവനെയും കൊണ്ട് കളിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 3 പേരും കൈ പിടിച്ചൊന്ന് ഓടി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തു. ഒരു വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ന്യൂഡിൽസ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ഇത് 3ഉമാണ് ഓർഡർ ചെയ്ത് ഓരോരുത്തരും ഷെയർ ചെയ്ത് എടുത്തു. അപ്പോൾ ചേട്ടനൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊച്ചിനും വാരി കൊടുത്തു, ഞാനും തിന്നു, അമ്മയ്ക്കും കൊടുത്ത്, ചേട്ടായിക്കും വാരി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. അപ്പോൾ 3 നമ്മൾ മാറി മാറി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. 3ൻ്റെയും എല്ലാവർക്കും 3ഉം കഴിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചൊക്കെ അവിടെ ഓടി നടക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഹോട്ടലിൽ തന്നെ ഉണ്ട്. മിനറൽ വാട്ടർ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത ദിവസം ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് പോകാനുള്ളതാണല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഞ്ചവടി ബീച്ച് തൃശ്ശൂർ, അതുപോലെ തന്നെ പുന്നത്തൂർ കോട്ട ഗുരുവായൂർ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചോളൂ. ഹോട്ടൽസ് ബുക്ക് ചെയ്യാനായിട്ട് ഓയോയിലൂടെ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് റിസർവേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് KSwiftലൂടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേര് കേട്ടോ യാത്ര ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു ഐഡൻറ്റി കാർഡ് എന്തായാലും മസ്റ്റായിട്ടും കയ്യിൽ പിടിക്കണം. ഓക്കെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണേ. അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ.